ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് റേ. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ പലഹാരമാണ് കേട്ടോ, ചക്കട. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരിപ്പൊടി. അമ്മ അരിപ്പൊടിയും ചക്ക വേവിച്ചിട്ട് ശർക്കരയൊക്കെ 2-3 അച്ച് ശർക്കരയും കുക്കറിലിട്ടിട്ട് വേവിച്ചു കേട്ടോ. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചു. അമ്മ ആദ്യം ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ആദ്യം മിക്സ് ചെയ്ത് പോയി 2 ഗ്ലാസ് അരിപ്പൊടിയും ചക്കയുടെ പ്യൂരി ഇട്ടിട്ട്. അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ്, വലിയൊരു കപ്പ് ചക്ക വേവിച്ച് അരച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 മുറി നാളികേരം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞങ്ങളിവിടെ ചക്കട ഉണ്ടാക്കാനായിട്ട് പ്ലാവിൻ്റെ ഇല തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വഴനയില, അങ്ങനെ കറുവപ്പട്ടയുടെ ഇല, പിന്നെ വാഴയിലയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ പ്ലാവിൻ്റെ ഇലയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുപോലെ പ്ലാവില വെച്ച് വെള്ളം കുറച്ച് എടുത്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് പരത്തി ഇതുപോലെ മടക്കി ഇതുപോലെ ഈർക്കിൾ വെച്ച് കുത്തി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇല വെച്ച് എണ്ണയൊന്നും പറ്റി കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉരുളയാക്കി നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. നല്ല സ്വാദിഷ്ടമായ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ചക്ക അട. ചക്ക ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. ചക്കയുടെ സീസണൊക്കെ അല്ലേ ഇപ്പോൾ. അപ്പോൾ ഇതുപോലെ ചക്ക വരട്ടി വെച്ചിട്ടും നിങ്ങൾക്ക് ഇതേപോലെ അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചക്ക ഇപ്പം ഞങ്ങൾ കുക്കറിൽ ചക്ക ചെറുതാക്കി ചുളയൊക്കെ എടുത്ത് കുരുമാറ്റി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ശർക്കര, നല്ല മധുരമുള്ള വരിക്കച്ചക്കയായിരുന്നു കേട്ടോ. അതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര, ഞങ്ങളിപ്പോൾ ഒരു 3 അച്ച് ശർക്കരയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 3-4 വിസിൽ അടിച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 ഗ്ലാസ് അരിപ്പൊടി, അത് നമുക്ക് വല്ലാണ്ട് ലൂസായി പോയാൽ കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അതെ, എല്ലാം ഇതുപോലെ ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പച്ചമ്പിലോ സ്റ്റീമറിലോ ഇതുപോലെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കുട്ടികൾക്ക് ഇതുപോലത്തെ നാടൻ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. സ്കൂൾ വിട്ട് വരുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാവാണ്ടിരിക്കില്ല. നല്ല ടേസ്റ്റുള്ള, നല്ല ഫ്ലേവറായിട്ടുള്ള ചക്കടയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ചക്കയും അടുക്കടുക്കായിട്ട് അപ്പച്ചമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും ആയിക്കോളൂ കേട്ടോ. അങ്ങനെ ചക്കട ആയിട്ടുണ്ടോ നോക്കാം നമുക്ക്. ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കട ഇലയിൽ പരത്തുമ്പോൾ തിന്നായിട്ട് പരത്തണ്ട, ഒന്ന് കട്ടിയിൽ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്വാദിഷ്ടമായ ചക്കട റെഡി ആയിട്ടുണ്ട്. നമുക്കൊരെണ്ണം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.